ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് USSന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ USSനെ ബേസ് ചെയ്തിട്ട് ബേസിക് സയൻസ് ചാപ്റ്റർ 1, അതായത് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 1 ആയിട്ടുള്ള ടുവാർഡ്സ് എ 100-fold yield എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് കളക്ട് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ മലയാളം മീഡിയം സ്റ്റുഡൻസിനും ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സാം ലാസ്റ്റ് ടൈമിലാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ നിങ്ങൾ ഇപ്പം മുതൽക്കേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ് ഫ്രം വെജിറ്റേറ്റീവ് പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ഓർ ലീഫ്? എന്താണ് ആ പ്രോസസ്സ്? വേരിലും തണ്ടിലും ഇലയിലും നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ഏതാണ്? അംഗപ്രജനനമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. മലയാളം മീഡിയം സ്റ്റുഡൻസ് അവരുടെ ആൻസർ നോട്ട് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ആ ആൻസർ നമ്മൾ നോട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്നും കൂടിയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കുന്നത്. വൺ വേർഡായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന ആൻസർ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, what is the method of producing plants by joining stem of two plants? ഏതെങ്കിലും രണ്ട് പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മ് വെച്ച് ജോയിൻ ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? ഗ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. മലയാളം മീഡിയം ആണെന്നുണ്ടെങ്കിൽ രണ്ട് ചെടികളുടെ തണ്ടുകൾ ചേർത്ത് ചെടി ഉണ്ടാക്കുന്ന രീതി, അതിനെ കൂട്ടിച്ചേർക്കൽ എന്നാണ് പറയുക. ഓക്കെ, ഗ്രാഫ്റ്റിംഗ്, കൂട്ടിച്ചേർക്കൽ എന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ഒക്കെ ബഡ്ഡിങ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ എന്താ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈ 3 കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ഏതാ ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കണേ. ഓക്കെ, അപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്താ? 2 സ്റ്റെമ്മ് കൂട്ടി വയ്ക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ 2 തണ്ട് കൂട്ടി വയ്ക്കുന്നത് ഏതാണ്? നമ്മുടെ ഇതാണ്, ഗ്രാഫ്റ്റിംഗ് ആണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, പ്രൊഡ്യൂസിങ് റൂട്ട്സ് ഓൺ എ സ്റ്റെം വൈൽ അറ്റാച്ച്ഡ് ടു ദ മദർ പ്ലാന്റ് ഈസ് കോൾഡ്. എന്താണ് ആൻസർ വരുന്നത്? ലെയറിങ്. അതായത് അമ്മ ചെടിയിൽ തന്നെ ഇരിക്കുന്ന തണ്ടിൽ വേരുകൾ ഉണ്ടാക്കുന്ന രീതി ഏതാണ്? മലയാളം മീഡിയം ആണെങ്കിൽ പാളിയൽ അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് നമ്മൾ പറയും. പാളിയൽ അല്ലെങ്കിൽ പതിവെക്കൽ, ഏതാണോ ഓപ്ഷൻ അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ ലെയറിങ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ്റ്റിംഗ് എന്താണ്, ലെയറിങ് എന്താണ്, ബഡ്ഡിങ് എന്താണെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണമെങ്കിൽ നോക്കാം. ഞാനിവിടെ അത് നോട്ട് രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് എടുക്കാം. പ്രോസസ് ഓഫ് സീഡ് ഫോർമേഷൻ ത്രൂ പോളിനേഷൻ. പോളിനേഷൻ വഴി സീഡ് ഉണ്ടാക്കിയെടുക്കുന്ന, അതല്ലെങ്കിൽ പരാഗണം വഴി വിത്ത് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ച്വൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രജനനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രോസസ് ഓഫ് സീഡ് ഫോർമേഷൻ ത്രൂ പോളിനേഷൻ. അപ്പോൾ അത് എഴുതി വെക്കുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് പ്രോവർബ് മീൻസ് ക്വാളിറ്റി ഓഫ് സീഡ് ഡിസൈഡ്സ് ദ yield? അതായത് വിത്ത് ഗുണം 10 ഗുണം എന്ന വിളവ് എന്ന പഴഞ്ചൊല്ല് എന്താണ് പറയുന്നത്? അതായത് വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത് എന്താണ്? വിത്തിൻ്റെ ഗുണം 10 ഗുണം വിളവ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തത്. അതായത് നമുക്ക് വിത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, ക്രോപ്സ് കൂടുതലായിരിക്കും അല്ലേ? നല്ല രീതിക്ക് തന്നെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇട്ടതാണ് കേട്ടോ.
അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിക്ക് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഓരോ ലൈൻ ബൈ ലൈനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നീറ്റായി പഠിച്ച കുട്ടിക്ക് USS നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് നമ്മൾ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സാണ്. ഇതുപോലെ പല സബ്ജക്റ്റും എടുക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ആർ ഹൈ ക്വാളിറ്റി സീഡ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡ് വിത്തുകൾ ഉണ്ടാക്കുന്ന സ്ഥലം ഏതാണ്? അതായത് അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ, മലയാളത്തിലാണെങ്കിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പുതിയ ഇനം വിത്തുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാഠം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സിൻ്റെ പേരുകൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ബേസിക് സയൻസ് നമുക്ക് കുറേ ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ വൺ വേർഡായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എഴുതേണ്ട രീതിക്കും ചോദിക്കാം. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ വൺ വേർഡ് നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അടുത്തത്, മെയിൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി കേട്ടോ. മലയാളത്തിലാണെങ്കിൽ കേരളത്തിലെ പ്രധാന കാർഷിക സർവകലാശാല ഏതാണ്? കേരള കാർഷിക സർവകലാശാല സ്ഥലം വരുന്നത് മണ്ണുത്തിയാണ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടും റിസർച്ച് സെൻറ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ചാപ്റ്റർ 1 ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 1 പ്രധാന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും കൂടി മനസ്സിലാവും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്യൂബർ ക്രോപ്പിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? CTCRI, ശ്രീകാര്യം. ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനം ഏതാണ്? CTCRI, സ്ഥലം ശ്രീകാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമ്മൾ ട്യൂബർ ക്രോപ്സിനെ പറ്റിയാണ് ചോദിച്ചത്. അതുപോലെ ടെക്സ്റ്റിൽ പലതിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ആ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പുറത്തുനിന്നുള്ള ചോദ്യമല്ല, അതൊക്കെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിട്ട് കളയാൻ പാടില്ല കേട്ടോ, ആ ഭാഗമൊക്കെ, കാരണം അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബറിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാ? RRII, കോട്ടയമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫുൾ ഫോമൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവാം കേട്ടോ. റബ്ബർ ഗവേഷണ സ്ഥാപനം RRII, കോട്ടയമാണ്. പ്ലേസും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്ഥലമൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് സ്ഥലം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയണം പറയാനായിട്ട്. എവിടെയാണ്? കോട്ടയമാണെന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ സ്ഥലം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തത്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോക്കനട്ട്, അരിക്കാനറ്റ് ആൻഡ് കൊക്ക ഏതാണ്? CPCRI കേട്ടോ. തേങ്ങ, അടയ്ക്ക, കൊക്കോ ഗവേഷണ കേന്ദ്രം ഏതാണ്? CPCRI ആണ്. കാസർഗോഡാണ് സ്ഥലം വരുന്നത് കേട്ടോ. കാസർഗോഡാണ് സ്ഥലം വരുന്നത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോക്കനട്ട്, അരിക്കാനറ്റ് ആൻഡ് കൊക്ക, CPCRI കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. അപ്പോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പല ക്രോപ്പിൻ്റെയും പഠിച്ചു. അപ്പോൾ ഓരോ ക്രോപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഉത്തരം വരുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ.
ഹൂ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് കേട്ടോ. നമുക്ക് വൺ വേർഡായിട്ട് എന്തായാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക, എപ്പോഴും ആദ്യം അത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ് പാറ്റേൺ, അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ, സിലബസ് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്തത് ഗീവ് 1 ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് പാഡി. അന്നപൂർണ അല്ലെങ്കിൽ പവിത്ര നമുക്ക് പറയാം കേട്ടോ. നെല്ലിൻ്റെ ഹൈബ്രിഡ് ഇനം പറയൂ. അന്നപൂർണ അല്ലെങ്കിൽ പവിത്ര. ഇതിപ്പോൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? നെല്ലിൻ്റെയാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഇതിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്തു നിന്നും ചോദിക്കാം. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ പേര്, ഏതെങ്കിലും ഒരു പേര് തന്നിട്ട് അത് ഏതിൻ്റെ വെറൈറ്റി ആണോ എന്ന് ചോദിക്കും. കുറച്ച് ഓപ്ഷൻസ് തരും. ആ രീതിയിലൊക്കെ ആയിരിക്കും മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്തത് ഗീവ് 1 ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് കോക്കനറ്റ്. അതായത് തേങ്ങയുടെ ഒരു ഹൈബ്രിഡ് ഇനം പറയൂ. ഏതാണ്? ചന്ദ്രലക്ഷ അല്ലെങ്കിൽ ചന്ദ്രശങ്കര. ഓക്കെ, ചന്ദ്രലക്ഷ അല്ലെങ്കിൽ ചന്ദ്രശങ്കര. ചിലപ്പോൾ ഈ ഒരു പേര് തന്നിട്ട് ഇത് ഏതിൻ്റെ ഹൈബ്രിഡ് ഇനമാണെന്ന് തിരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് അറിയണം എന്ത് ആൻസർ ചെയ്യാൻ അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ക്ലാസ് ആയിട്ട് നമുക്ക് വേറെ നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല വീഡിയോസും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ട് വെക്കുക ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നോട്ട് കീപ്പ് ചെയ്യുക, നോട്ടിൽ എഴുതിയെടുക്കുക. എക്സാമിൻ്റെ ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പഠിച്ചു തീരില്ല. അടുത്തത് ഗീവ് 1 ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ. അതായത് വെണ്ടയുടെ ഒരു ഹൈബ്രിഡ് ഇനം പറയൂ. ഏതാണ്? സൽകീർത്തി അല്ലെങ്കിൽ കിരൺ കേട്ടോ. സൽകീർത്തി അല്ലെങ്കിൽ കിരൺ ആണ് ഏത് വരുന്നത്? വെണ്ടയുടെ ഒരു ഹൈബ്രിഡ് ഇനമായിട്ട് വരുന്നത്. ഗീവ് 1 ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ. അപ്പോൾ നമ്മളിവിടെ 1 ഹൈബ്രിഡ് വെറൈറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മാക്സിമം നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് എന്തായാലും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് പഠിച്ചു വെക്കുക. നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട്. നമ്മളിപ്പോൾ 1 വേർഡായിട്ട് ഓരോന്ന് ചോദിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓർഗാനിക് മാനുവർ പ്രിപ്പയർഡ് ഫ്രം എനിമൽ ഡങ്ക്. അതായത് മൃഗവളത്തിൽ നിന്ന് ലഭിക്കുന്ന ജൈവവളം ഏതാണ്? നമ്മളതിന് എന്താ പറയുക? കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൗഡങ് എന്ന് പറയും. മലയാളത്തിൽ നമ്മളെന്താ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മളെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ റെഗുലർ ക്ലാസ്സസ് ഇടുന്നതാണ്. അപ്പോൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ വായിച്ച് മീനിങ് പറഞ്ഞ് അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പഠിക്കണം, ഏതെങ്കിലും ഭാഗം USSന് വേണ്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ ക്ലാസ് കണ്ടാൽ മതി. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിലബസ് എന്ന് പറയുന്നത് ക്ലാസ് 7 ആണ്. അപ്പോൾ അതിൽ ബേസിക് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് 7 കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ ബേസിക് സയൻസിൻ്റെ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ 1 വേർഡായിട്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻ ഡീറ്റെയിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് ഇൻഡസ്ട്രിയലി. വ്യാവസായികമായി നിർമ്മിക്കുന്ന വളം ഏതാണ്? കെമിക്കൽ ഫെർട്ടിലൈസർ. മലയാളത്തിലാണെങ്കിൽ രാസവളമാണ് കേട്ടോ. കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ രാസവളമാണ് വ്യാവസായികമായി നിർമ്മിക്കുന്ന വളം. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൈക്രോബ്സ് യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ. അതായത് വളമായി ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾ ഏതാണ്? സ്യൂഡോമോണസ് അസോസ്പെർലം. ഓക്കെ, അപ്പോൾ അത് ഏതാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
പിന്നെ എക്സാം ലാസ്റ്റ് ടൈം ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് പഠിക്കാനിരിക്കരുത്. ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ്, പാറ്റേൺ, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ബേസിക് സയൻസ് മാത്രമല്ല നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സപ്പോസ് ബേസിക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ലോട്ട്സ് ഓഫ് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, അത് ഫുള്ള് കവർ ചെയ്യണം. അതുപോലെ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ് പേപ്പേഴ്സ്, മാത്തമാറ്റിക്സ്, ഇതൊക്കെ കവർ ചെയ്യണം. ഇതൊന്നും ലാസ്റ്റ് ആ സമയത്ത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് പെസ്റ്റ് ഈറ്റിംഗ് ഫ്രണ്ട്ലി ഇൻസെക്റ്റ്, അതായത് കീടങ്ങളെ തിന്നുന്ന സുഹൃത്ത് കീടം ഏതാണ്? ലേഡി ബഗ് അല്ലെങ്കിൽ ട്രൈക്കോഗ്രാമയാണ് നമ്മൾ പെസ്റ്റ് ഈറ്റിംഗ് ഫ്രണ്ട്ലി ഇൻസെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പെസ്റ്റ് ഈറ്റിംഗ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ പെസ്റ്റ് ഈറ്റിംഗ് ഇൻസെക്റ്റ് ഏതാണെന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോൾ യൂസിങ് ലിവിങ് ഓർഗാനിസം, ജീവികളെ ഉപയോഗിച്ച് നടത്തുന്ന കീടനിയന്ത്രണം ഏതാണ്? മലയാളം മീഡിയം ആണെങ്കിൽ ജൈവ നിയന്ത്രണം എന്ന് ഉത്തരം എഴുതുക. ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബയോളജിക്കൽ കൺട്രോൾ. ഓക്കെ, ബയോളജിക്കൽ കൺട്രോൾ എന്താണെന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്. എന്താണ് നമ്മൾ പെസ്റ്റിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന്, കീടങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഒരു ഇതല്ലേ, പെസ്റ്റ് കൺട്രോൾ യൂസിങ് ലിവിങ് ഓർഗാനിസം, ബയോളജിക്കൽ കൺട്രോൾ കേട്ടോ. അതായത് ജീവികളെ ഉപയോഗിച്ച് നടത്തുന്ന കീടനിയന്ത്രണം, ജൈവ നിയന്ത്രണമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പെസ്റ്റ് കൺട്രോൾ ബൈ ട്രാപ്സ് ഓർ മാനുവൽ റിമൂവർ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? മെക്കാനിക്കൽ കൺട്രോൾ ആണ് കേട്ടോ. അതായത് കൈകാര്യം അല്ലെങ്കിൽ കുടകൾ ഉപയോഗിച്ച് നടത്തുന്ന കീടനിയന്ത്രണം ഏതാണ്? യാന്ത്രിക നിയന്ത്രണം. എന്താണ്? യാന്ത്രിക നിയന്ത്രണം അല്ലെങ്കിൽ എന്താണ്? മെക്കാനിക്കൽ കൺട്രോൾ ആണ് കേട്ടോ. നമ്മൾ ട്രാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെസ്റ്റിനെ പിടിക്കുന്ന രീതികളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ കൺട്രോളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കുറേ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. എല്ലാവരും ഇത് എഴുതിയെടുക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ ബയോളജിക്കൽ കൺട്രോളും മെക്കാനിക്കൽ കൺട്രോളും നമ്മൾ പഠിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ രാസവളം ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞു, രാസവളമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ടും അതേപോലെ ഇതുപോലെ കൺട്രോൾ മെഷേഴ്സ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ട്രാപ്പ് യൂസ്ഡ് ടു കൺട്രോൾ പെസ്റ്റസ്, അതായത് കീടങ്ങളെ പിടിക്കുന്ന കുട എന്താണ്? ഫെർമോൺ ട്രാപ്പാണ് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാപ്പായിട്ട് വരുന്നത് കേട്ടോ. ആൻസർ നോട്ട് ചെയ്യുക. ഫെറോമോൺ ട്രാപ്പാണ് നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ട്രാപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ട്രാപ്പ് യൂസ്ഡ് ടു കൺട്രോൾ പെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പറയുന്നത് ഫെറമോൺ ട്രാപ്പാണ് കേട്ടോ. ട്രാപ്പ് യൂസ്ഡ് ടു കൺട്രോൾ പെസ്റ്റസ് എന്ന് പറയുന്നത് ഫെറമോൺ ട്രാപ്പാണ്. അതായത് കീടങ്ങളെ പിടിക്കുന്ന കുട എന്താണെന്നാണ് മലയാളത്തിൽ ചോദിക്കുക. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ഫില്ല് ചെയ്യാം. അടുത്തത്
ഓർഗാനിക് പെസ്റ്റിസൈഡ് മെയ്ഡ് ഫോർ ടുബാക്കോ, മെയ്ഡ് ഫ്രം ടുബാക്കോ, അതായത് ചുണ്ണാമ്പിൽ നിന്നാണ് കേട്ടോ. പുകയില, തോമ്പാക്കിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ കീടനാശിനി ഏതാണ്? പുകയില കഷായം എന്താണ്, അല്ലെങ്കിൽ പുകയിലയിൽ നിന്ന് നിർമ്മിക്കുന്ന എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ ഉണ്ട്. ഏതാണ്? ടുബാക്കോ ഡിക്കോഷൻ. ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ ടുബാക്കോ ഡിക്കോഷൻ. അപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഓപ്ഷൻ കൊടുക്കുക? പുകയില കഷായം. നമ്മളത് പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു അല്ലേ, അപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ടുബാക്കോ ഡിക്കോഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി വരും. എന്താണ്? ഓർഗാനിക്, നമ്മൾ പല പെസ്റ്റിസൈഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജിക്കൽ പെസ്റ്റിസൈഡ്. അപ്പോൾ അതിൽ ഓർഗാനിക് പെസ്റ്റിസൈഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ടെക്നോളജി യൂസ്ഡ് ടു ഡിറ്റക്ട് പെസ്റ്റസ് വിത്ത് ലേസേഴ്സ്. അതായത് ലേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ പെസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ടെക്നോളജി, അത് LIDAR, LIDAR. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അപ്പോൾ ലേസർ ഉപയോഗിച്ച് കീടങ്ങളെ തിരിച്ചറിയുന്ന സാങ്കേതിക വിദ്യ. അപ്പോൾ LIDAR എന്ന LIDAR എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ അത് AI ഹെൽപ്പോട് കൂടിയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്രിമ ബുദ്ധി എന്ന ഓപ്ഷൻ, നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യണം. കാരണം നമുക്ക് ഏതാണ്, ഇപ്പോൾ LIDAR കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ LIDAR എന്ന് കൊടുക്കുക. അപ്പോൾ അല്ലാണ്ട് സബ് ഓപ്ഷനായിട്ട് AI ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം ഇതിന് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒന്നാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ AI ആണെന്നുണ്ടെങ്കിൽ AIയുടെ ഓപ്ഷൻ ഫില്ല് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോർമൽ എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ എന്തായാലും ചിലപ്പോൾ മേ ബി പ്രതീക്ഷിക്കാം. റെയറിങ് ഓഫ് ഫിഷ് ഈസ് കോൾഡ്, അതായത് മത്സ്യ വളർത്തൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? പിസികൾച്ചർ അല്ലെങ്കിൽ മത്സ്യകൃഷി. റെയറിങ് ഓഫ് ഫിഷ് ഈസ് കോൾഡ് പിസികൾച്ചർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക? മത്സ്യകൃഷി. നമുക്കത് എളുപ്പമാണല്ലേ, മത്സ്യം വളർത്തുന്നതിന് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പറയാം മത്സ്യകൃഷിയാണ് മത്സ്യം വളർത്തുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് നോട്ട് ചെയ്യുക, പിസികൾച്ചറാണ്. അപ്പോൾ ഓരോന്ന് വളർത്തുന്നത് എന്താണെന്ന് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് ആ ലാസ്റ്റ് പോർഷൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാക്സിമം അതിന് പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയാണ് ഓരോന്ന് വരുന്നത് എന്നുള്ളത് കേട്ടോ. അടുത്തത് റെയറിങ് ഓഫ് സിൽക്ക് വേം, അതായത് പട്ടുനൂൽ പുഴു വളർത്തുന്നത് എന്നറിയപ്പെടുന്നത് എന്താണ്? പട്ടുനൂൽ പുഴു വളർത്തൽ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെറികൾച്ചർ ആണ് എന്ത്? നമ്മുടെ പട്ടുനൂൽ പുഴു വളർത്തുന്നതിനെ പറയുന്നതാണ് സെറികൾച്ചർ, അല്ലെങ്കിൽ പട്ടുനൂൽ പുഴു വളർത്തൽ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ റെയറിങ് ഓഫ് സിൽക്ക് വേം എന്താണെന്ന് നമ്മൾ പഠിച്ചു, സെറികൾച്ചർ ആണെന്ന് പറഞ്ഞു, അതായത് പട്ടുനൂൽ പുഴു വളർത്തുന്നത് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കറക്റ്റായിട്ടില്ലേ നമ്മൾ ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് അത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് റെയറിങ് ഓഫ് സിൽക്ക് വേം എന്താണെന്ന്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് റെയറിങ് ഓഫ് ഹണീബി ആണ് കേട്ടോ. ഹണീബി എന്താ? അപ്പിക്കൾച്ചറാണ്. അതെന്താണ്? തേൻ ചുഴമ്പ് വളർത്തൽ, അതായത് തേനീച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നത് എന്താണ്? നമ്മൾ അറിയപ്പെടുന്നത് തേൻ കൃഷിയാണ് കേട്ടോ. അപ്പോൾ തേനീച്ചേനെ വളർത്തുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറയാം? തേൻ കൃഷി എന്ന് പറയാം മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ ഇംഗ്ലീഷിൽ എന്താ പറയണേ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് പലരും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് 1 വേർഡായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനേക്കാൾ കൂടുതൽ 1 വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ഇവിടെ പഠിക്കുക, നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് റാബിറ്റ്സ് ആണ് കേട്ടോ. റെയറിങ് ഓഫ് റാബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂനികൾച്ചർ ആണ് കേട്ടോ. അതായത് മുയൽ വളർത്തൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മുയൽ വളർത്തൽ തന്നെ. മലയാളത്തിൽ നമ്മൾ പറയും മുയൽ വളർത്തൽ, അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് ക്യൂനികൾച്ചർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 പേര് പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കൾട്ടിവേഷൻ ഓഫ് മഷ്റൂംസ് ആണ്. അപ്പോൾ എന്താണ് മഷ്റൂം എന്ന് പറയുന്നത്? മഷ്റൂം കൾച്ചർ ആണ് കേട്ടോ. കൂൺ കൃഷി എന്നറിയപ്പെടുന്നത് ഏതാണ്? അതായത് കൂൺ കൃഷി, മഷ്റൂം കൾച്ചറാണ് നമ്മളെ കൂൺ കൃഷിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കൾട്ടിവേഷൻ ഓഫ് മഷ്റൂം എന്ന് പറയുന്നത് എന്താണ്? മഷ്റൂം കൾച്ചറാണ്. നമ്മളുടെ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് മഷ്റൂം കൾച്ചർ. അപ്പോൾ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് വരുന്നത് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അതായത് പൂക്കൾ കൃഷി ചെയ്യുന്നത് പുഷ്പ കൃഷി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, മഷ്റൂം പറഞ്ഞു, റാബിറ്റിൻ്റെ കേസ് പറഞ്ഞു, ഹണിയുടെ കേസ് പറഞ്ഞു, ഫ്ലവേഴ്സിൻ്റെ കേസ് പറഞ്ഞു, അപ്പോൾ അതുപോലെ മത്സ്യകൃഷി, അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? തെറ്റാതെ വേണം പഠിക്കാനായിട്ട്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേസ് വെർ സാപ്ലിങ്സ് ആർ ഗ്രോൺ ആൻഡ് സോൾഡ്. അതായത് തൈകൾ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലം ഏതാണ്? നഴ്സറി ആണ്. നമ്മൾ തൈകൾ അല്ലേ, നമ്മൾ കൃഷി ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നഴ്സറികളുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തൈകൾ വളർത്തിയെടുക്കുന്നുണ്ട്, അതുപോലെ അവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തൈകൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആൻസർ എഴുതാം? നഴ്സറി ആണ്. അപ്പോൾ നഴ്സറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തൈകൾ വളർത്താനും വിൽക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു മാക്സിമം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് 1 വേർഡ് മാത്രമല്ല, ചെറിയ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന ക്വസ്റ്റ്യൻസും USSന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ വായിക്കുമ്പോൾ അതിൽ വരുന്ന എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തന്നെ വെക്കുക. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസ് എന്താ, റിസൾട്ട് എന്താണെന്നൊക്കെ പഠിച്ച് വെക്കുക. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇനി കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ USSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ.